ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് നമുക്ക് +2കാർക്ക് ഇംഗ്ലീഷ് പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു സിറ്റുവേഷൻ. എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്നും വരാണ്ട് നമുക്ക് എങ്ങനെയാണ് ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ആ ഒരു കാര്യം, അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ്, ഗ്രാമർ പോർഷൻസ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഹോം പേജും പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ നിങ്ങൾക്ക് കിട്ടും. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്കറിയാം കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ച് നോക്കണം. മീൻസ് സ്പീഡിൽ തന്നെ ഒന്ന് വായിച്ച് നോക്കുക എല്ലാ ക്വസ്റ്റ്യൻസും. മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവനായിട്ട് ഒന്ന് കണ്ണോടിച്ച് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ ഇതിൽ ഏതൊക്കെ നമുക്കറിയാം എല്ലാ സെക്ഷനകത്തും, മീൻസ് ഫസ്റ്റത്തെ 1 വേർഡ് സെക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ഷനകത്തും നമുക്ക് ചോയ്സ് ഉണ്ടാവുമല്ലോ. 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ഒക്കെ സെക്ഷൻസിൽ. അപ്പോൾ ആ ഒരു സെക്ഷൻസിലൊക്കെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ട് ഇതിലേതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ എഴുതുന്ന ടൈമിൽ നമുക്ക് ഇനി ഈ ചോദ്യം എഴുതണോ മറ്റേ ചോദ്യം എഴുതണോ എന്ന് നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് ടൈം കളയേണ്ടി വരില്ല. ഓൾറെഡി നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ എഴുതി തുടങ്ങുന്നു, കറക്റ്റ് ടൈം ആവുന്നു, എഴുതി തുടങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് 1 വേർഡ് സെക്ഷനാണ്. 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് മാറിയൊക്കെ പോകാറുണ്ട്. ചിലത് നമുക്ക് അറിയായിരിക്കും, ചിലത് അറിയില്ലായിരിക്കാം. വാട്ടെവർ, എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഏതാണോ അത് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുക. ഓക്കെ, അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഈ 1 വേർഡ് സെക്ഷനകത്ത് കിടക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ സ്ഥലം വിട്ടിട്ട് അത് ലാസ്റ്റ് എഴുതാം എന്നുള്ള നിലയ്ക്ക് നിൽക്കുക. അവിടെ ഇരുന്ന് ആലോചിച്ച് ടൈം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് നമ്മൾ എക്സാം എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആ 1 വേർഡ് സെക്ഷനിൽ വായിച്ച് നോക്കുക. അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഉത്തരം എഴുതുക. അറിയാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് സ്ഥലം വിട്ടിട്ട് അത് നമുക്ക് ലാസ്റ്റ് വന്ന് എഴുതാം എന്നുള്ള രീതിയിൽ പോവുക. അതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ എഴുതുന്ന സമയത്തും 1 മാർക്കിനായതുകൊണ്ട് തന്നെ അവിടെ ഒറ്റ വാക്കിൽ എഴുതേണ്ടടുത്ത് ഒറ്റ വാക്കിൽ തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. ഓക്കെ, അല്ല ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതേണ്ടി വരിക എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ അവിടെ ആൻസർ ചെയ്ത് നിർത്താനായിട്ട് നോക്കുക കേട്ടോ. അതിലപ്പുറം പോവരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ടൈം ഒത്തിരി പോവും. ഓക്കെ, അപ്പോൾ 1 വേർഡ് സെക്ഷൻ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ എഴുതി തീർക്കാനായിട്ട് നോക്കുക. കാരണം 1 വേർഡിന് അവിടെ കൂടുതൽ ടൈം എടുക്കരുത്. എന്നാൽ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വായിച്ച് നോക്കണം. അവിടെ നമ്മൾ അറിയാമെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടൊന്നും മിസ്റ്റേക്ക് വരുത്താനും പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ വായിച്ച് പെട്ടെന്ന് തന്നെ അത് 1 വേർഡ് സെക്ഷൻ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടാവണം. അറിയാമെന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളത് അവിടെ എഴുതുക, അറിഞ്ഞിടാത്തത് വിട്ടിട്ട് ലാസ്റ്റ് നമുക്ക് എഴുതാം. ഓക്കെ, ആ ഒരു രീതിക്ക് പോവുക. പിന്നെ നമ്മൾ കാണുന്നതാണ് 2 മാർക്കിൻ്റെ സെക്ഷൻ അല്ലേ. അപ്പോൾ 2 മാർക്സിന് നിങ്ങൾ ഒരു 2-3 സെൻറ്റൻസ് മതി, ധാരാളമാണ്. 2 സെൻറ്റൻസ് ആയാലും മതി കേട്ടോ. അപ്പോൾ 2-3 സെൻറ്റൻസ് മതി. ഇനി അഥവാ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ എഴുതണം എന്നുണ്ട് എങ്കിൽ മാത്രം ഒരു 4 സെൻറ്റൻസിന് അപ്പുറം ഒന്നും പോകരുത്. എങ്കിൽ നമുക്ക് സമയമെല്ലാം അവിടെ പോവും. അതുകൊണ്ട് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങളൊരു 2-3 സെൻറ്റൻസിൽ തന്നെ മാക്സിമം എഴുതി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. സോ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത 4 മാർക്കിൻ്റെ സെക്ഷനിലോട്ടാണ് നെക്സ്റ്റ് വരുന്നത്. 4 മാർക്കിന് അവിടെ നമ്മൾ എഴുതേണ്ടത് ഒറ്റ സിംഗിൾ പാരഗ്രാഫ് എഴുതിയാൽ മതി. ഒരൊറ്റ പാരഗ്രാഫായിട്ട്, അവിടെ കൂടുതൽ പാരഗ്രാഫ് ഡിവിഷൻസ് ഒന്നും കൊടുത്ത് എഴുതേണ്ട കാര്യമില്ല. ഒരു സിംഗിൾ പാരഗ്രാഫിൽ എഴുതി നിർത്തിയാൽ മതി ഉത്തരം. പക്ഷേ അവിടെ ഒരു പേജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേജിൻ്റെ ഒരു 3/4 പേജോളം അവിടെ വേണം. ഓക്കെ, 4 മാർക്കിനാകുമ്പോൾ ഒരു പേജിൻ്റെ ഒരു 3/4 പേജോളം നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, ഒരു അര പേജെന്നും പറയാറുണ്ട്, എങ്കിൽ ഒരു 3/4 പേജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സേഫാണ്. ഓക്കെ, അപ്പോൾ ഒരു പേജിൻ്റെ നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിൽ ഒരു പേജിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് 4 മാർക്കിന് ഒരൊറ്റ പാരഗ്രാഫ്
ഡീപ്പായിട്ട് തന്നെ അവിടെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആ ഒരു ഒറ്റ പേജ് ഫുൾ എഴുതേണ്ടയോ അല്ലെങ്കിൽ ആ ഒരു പേജ് കഴിഞ്ഞ് അപ്പുറത്തെ പേജിലോട്ട് പോവേണ്ടയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ടൈം ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു കാര്യം കൂടി, വാച്ച് എല്ലാവരും യൂസ് ആക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൂടി നിങ്ങൾ നോക്കിക്കോളുക കേട്ടോ എഴുതുന്ന സമയത്ത്. കാരണം ടൈം പെട്ടെന്ന് പോവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ. കാരണം ഇംഗ്ലീഷിൽ നമുക്കറിയാം ഓരോ കാര്യവും നമ്മൾ ആലോചിച്ചാണ് നമ്മൾ എഴുതേണ്ടി വരിക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സമയം ഇവിടെ ഒരുപാട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 മാർക്കിന് എഴുതുന്ന സമയത്ത് ഒരു 3/4 പേജ് മതി അവിടെ ആൻസർ ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷനാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അല്ലേ. 6 മാർക്കിനെന്ന് പറയുമ്പോൾ നമുക്കൊരു 3-4 പാരഗ്രാഫുകളാക്കി അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ആൻസർ എഴുതേണ്ട സെക്ഷൻസാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ടൈം യൂട്ടിലൈസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. 6 മാർക്കിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേജ് ലിമിറ്റ് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 പേജൊക്കെ മതിയാവും കേട്ടോ. ഒരു 1.5 പേജൊക്കെ മതി. അവിടെ ഒരു 3 പാരഗ്രാഫൊക്കെ ആയാലും മതി കേട്ടോ. സോ ഒരു 1.5 പേജോളം നിർത്തിയാൽ മതി. 2 പേജിലോട്ടൊന്നും പോവേണ്ട ആവശ്യം ഇല്ല. ഒരു 1.5 പേജൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് പറയുന്നൊരു ലിമിറ്റ് കേട്ടോ. അത്രയൊക്കെ എഴുതിയാൽ മതിയാകും. ഒരു 3 പാരഗ്രാഫ് അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 4 പാരഗ്രാഫ് ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ നിർത്താനായിട്ട് നോക്കുക. 6 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ സമ്മറിയൊക്കെ വായിച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് തന്നെ അവിടെ പോയിൻറ്റ്സ് ഇട്ട് എഴുതാൻ പറ്റും. സോ എന്തായാലും 6 മാർക്ക് ശ്രദ്ധിച്ച് തന്നെ എഴുതുക. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ തന്നെയാണ്. ഓക്കെ, 6 മാർക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ 8 മാർക്കിൻ്റെ സെക്ഷൻ. അപ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 1 വേർഡ് മുതൽ 6 മാർക്കിൻ്റെ വരെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഇത്രയും ചോദ്യങ്ങൾ ഒരു ടൈം പോലും മിസ്സാക്കാണ്ട് മാക്സിമം ഫാസ്റ്റായിട്ട് മാക്സിമം എനർജി ആയിട്ട് അവിടെ എഴുതി തീർക്കും. ഓക്കെ, അതായത് എത്രത്തോളം എന്നെക്കൊണ്ട് ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം, എന്നാൽ ശ്രദ്ധിച്ച് തന്നെയാണ് ശ്രദ്ധിച്ച് തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് 6 മാർക്കിൻ്റെ വരെയുള്ള സെക്ഷൻസ് എഴുതി തീർക്കും. ഓക്കെ, ടൈം നോക്കി അങ്ങനെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് എഴുതി തീർക്കുമായിരുന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ മാക്സിമം നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 8 മാർക്ക് എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് അവിടെ അത്യാവശ്യം ആലോചിച്ചിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്, നല്ല കണ്ടൻറ്റ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ മാക്സിമം ഫാസ്റ്റായിട്ട് എഴുതി തീർത്ത് പിന്നെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, 8 മാർക്കിൻ്റെ സെക്ഷനിലായിരുന്നു. അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ 8 മാർക്കിൻ്റെ സെക്ഷനിൽ നമുക്ക് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് കുറച്ച് കണ്ടൻറ്റ് കൂടി എഴുതുമ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യം എഴുതി തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കാരണം അത് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താക്കുക, 8 മാർക്കിന് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്ററാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മാക്സിമം ആലോചിച്ച് വേറെ തെറ്റുകളൊന്നും വരുത്താതെ തന്നെ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ 8 മാർക്കിന് എഴുതുന്ന സമയത്ത് നമുക്കൊരു 4 മുതൽ 6 പാരഗ്രാഫുകൾ വരെ നമുക്ക് എഴുതാം. അവിടെ ഒരു പേജ് ലിമിറ്റ് പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു 2.5 പേജൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു 2.5 പേജ് നോർമലായിട്ട് പറയുന്നതാണ്, അത് മതിയാകും. പക്ഷേ ഒരു 3 പേജ് വരെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. എത്രത്തോളം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഈ 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യത്തിൽ. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്, 2.5 പേജാണ് ലിമിറ്റ് വരുന്നത്. ഒരു 4 to 6 പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ നമുക്കവിടെ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ ലെറ്ററൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു 2.5 പേജിനകത്തൊക്കെ തന്നെ നിൽക്കുള്ളൂ, അതിനപ്പുറം ഒന്നും പോകത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്നതാണ് അപ്രീസിയേഷൻ 8 മാർക്കിന്. അപ്പോൾ അപ്രീസിയേഷൻ എഴുതാൻ പറ്റുന്നുള്ളവരെന്ത് ചെയ്യുക, അതും ഈ ഒരു 2.5 പേജ് അല്ലെങ്കിൽ 2.5 പേജ് മുതൽ ഒരു 3 പേജ് വരെയുള്ള രീതിക്ക് അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് വേണോ ചോദിക്കുക അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൂടി കാണുമല്ലോ ചോയ്സിൽ, സ്പീച്ചോ ആർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ അതായാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും അതും ഈ പറഞ്ഞ രീതിക്ക് ഈ ഒരു ലിമിറ്റിൽ തന്നെ എഴുതി നിർത്താനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. 1 വേർഡ്സ് നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് ആദ്യം എഴുതുക, അറിഞ്ഞുകൂടാത്തത് അവിടെ സ്ഥലം വിട്ടിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് എഴുതാം എന്ന് വിചാരിച്ച് പോവുക. ദെൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് വരുന്ന സമയത്ത് 2-3 സെൻറ്റൻസിൽ മാത്രം അവിടെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത 4 മാർക്കിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഒരു 3/4 പേജൊക്കെ മതി, അതൊരു ഒറ്റ പാരഗ്രാഫാക്കി തന്നെ എഴുതാനായിട്ട് നോക്കുക. ഇനി 6 മാർക്കിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് ഒരു 3-4 പാരഗ്രാഫായിട്ട് തിരിച്ച് നമുക്ക് എഴുതാം. ആൻഡ് ഓൾസോ അതൊരു 1.5 പേജോളം മതിയാകും. അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെക്ഷൻ. പിന്നെ 8 മാർക്കിൻ്റെ ഇതിൽ നമ്മൾ മാക്സിമം ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, 8 മാർക്കിൻ്റെ സെക്ഷനിലാണ്. 2 ചോദ്യങ്ങളെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരു 2.5 പേജ് മുതൽ ഒരു 3 പേജ് വരെയൊക്കെ നമുക്ക് എഴുതാം. സോ എന്തായാലും 2.5 പേജ് എന്തായാലും വേണം കേട്ടോ. സോ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് നോക്കുക പാരഗ്രാഫൊക്കെ തിരിച്ച്. ഓക്കെ,
പിന്നെ നിങ്ങൾ ഇതെല്ലാം എഴുതി തീർന്നതിന് ശേഷം എന്ത് ചെയ്യുക, എത്ര സമയം ഇല്ലാന്നുണ്ടെങ്കിലും സമയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എഴുതിയതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും സ്ഥലം അതായത് അറിഞ്ഞൂടാതെ ഏതെങ്കിലും വിട്ടിട്ട് വന്നിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് മിനിറ്റിലൊന്ന് നോക്കുക. അറിഞ്ഞൂടാതെ വിട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് നോക്കുക. ഒന്നും ബ്ലാങ്ക് ആക്കി അങ്ങ് വിടണ്ട. മാക്സിമം എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് തന്നെ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻസ് ആർക്കെങ്കിലും അങ്ങനെ ഇനി എക്സ്ട്രാ ടൈം വല്ലതും കുറച്ച് ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ചോയ്സിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒരു ചോദ്യമൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതിനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. സോ എന്തായാലും ഈ പറഞ്ഞ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എല്ലാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിലോട്ട് നാളെ പോവുക. ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു കണ്ടൻറ്റൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ടൈമർ വെച്ച് ഫോണിൽ ടൈമർ വെച്ചിട്ട് എന്താക്കുക, ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിന് പറഞ്ഞായിരുന്നു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് എഴുതി ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആക്ച്വൽ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്തും നമുക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒന്ന് പ്രാക്ടീസ് കൂടി ചെയ്യാനായിട്ട് നോക്കുക. എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. PYQCന്നോ എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് ആൻസർ എഴുതി നോക്കുക. 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ. കാണാതെ ടൈമർ വെച്ച് എന്താക്കുക, ഒന്ന് എഴുതി കൂടി നോക്കുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ആൻസേഴ്സൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല കോൺഷ്യസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം ടൈം പോകുന്നുണ്ട്, നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ആൻഡ് എന്ത് ചെയ്യുക, ടൈം നോക്കി ഈ പറഞ്ഞ ലിമിറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ എഴുതുക. പക്ഷേ അവിടെ അശ്രദ്ധയൊന്നും വരുത്തരുത്. ശ്രദ്ധിച്ച് തന്നെ, പ്രത്യേകിച്ച് ഓരോ ക്വസ്റ്റ്യൻസും ഏത് ഉത്തരം എഴുതണം എന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക് യു.